എന്റെ കോഡ്. അയ്യോ അതെനിക്ക് തരുമോ ചേട്ടാ? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിന് മുന്നിലാണ്. എന്താണ് കാരണം? ചേട്ടാ നിങ്ങൾ കാണുമോ കാറിലിരുന്ന് ചോദിക്കുമായിരുന്നു. മനസ്സിലായി. വീഡിയോ കേട്ടോ. അൽഹ ഫാത്തിമ. മുത്തുമണീസ്, ഗുഡ് മോർണിംഗ്. സമയം എത്രയായി എന്നുള്ളത് ബാക്കിൽ നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം സമയം 5:45 കേട്ടോ. വൈകുന്നേരമല്ല, രാവിലെയാണ്. അപ്പോൾ ഭയങ്കര ഇരുട്ട്, പുറത്ത് ഭയങ്കര മഴ കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കാമോ ആവോ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് വീഡിയോ ഇട്ടപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് യൂട്യൂബിൻ്റെ ക്രിയേറ്റർ മീറ്റിങ്ങിന് പോവാണ്. അപ്പോൾ പിന്നെ 1-2 അല്ലാത്ത ആവശ്യങ്ങളും ഉണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ യാത്ര എറണാകുളത്തോട്ടാണ്. അപ്പോൾ എന്താ പറയുക ഇവിടുന്ന് നമുക്ക് 5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 8-8:30 മണിയൊക്കെ ആകുമ്പോഴേ പോകുന്നുള്ളൂ. മീറ്റിംഗ് 3 മണിക്കാണ് കേട്ടോ. 3 മണി തൊട്ട് 7 മണി വരെയാണ്. അപ്പം ഇവിടുന്ന് നമ്മളൊരു 8-8:30 മണി 5 മണിക്കൂർ എങ്ങനെയായാലും യാത്ര വരും. പിന്നെ ഫുഡ് കഴിക്കാനോ ഇതിനൊക്കെ സമയം എടുക്കും. പിന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടല്ലേ പോകുന്നത്. അപ്പോൾ രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഇറങ്ങും. പിന്നെ ഞാൻ ഇപ്പോഴേ എഴുന്നേറ്റത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മൊത്തത്തിലൊരു കൊളാബ് വസ്തുവാണ്. അപ്പോൾ ഇന്നലെ ഷോപ്പിംഗ് വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി കൊറിയർ മേടിക്കുന്നതൊക്കെ ഞാൻ കാണിച്ചില്ലേ. അപ്പോൾ ഡ്രസ്സ് കൊളാബാണ്, ഇന്ന് മേക്കപ്പ് കൊളാബാണ്, എല്ലാം കൊളാബാണ് കേട്ടോ. അപ്പം രാവിലെ ഒരു മോള് ഒരുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ എല്ലാ ജോലിയും ഒതുക്കി സെറ്റായി. എന്നിട്ട് രാത്രി തന്നെ എനിക്ക് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊക്കെ വരുന്നു. അതുപോലെ ഇന്നലെ എനിക്ക് ഷോപ്പിങ്ങിനൊക്കെ പോയിട്ട് വന്നാൽ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ. തല നനച്ച് എനിക്ക് കുളിക്കണം, എന്നാലേ എനിക്ക് എന്തോ ഒരു ഇച്ചിരി ആശ്വാസം കിട്ടും. പണ്ടോട്ടെ എങ്ങനെയാണ്, ഒത്തിരി അങ്ങ് ക്ഷീണിച്ചാലും തല നനച്ച് കുളിക്കുമ്പോൾ ഒരു ഉണർവ് കിട്ടും. ഇങ്ങനെ രാത്രിയും തല നനച്ച് കുളിച്ചിട്ടാണ് കിടന്നത്. കാരണം രാവിലെ തല നനയ്ക്കാൻ ഒക്കത്തില്ല ഇപ്പോൾ വെളുപ്പിന്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മുടി എൻ്റെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. ഞാൻ ഇന്ന് ഡേ ഇൻ മൈ ലൈഫിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ കുളിച്ചിട്ട് ഞാൻ മുറ്റത്ത് വെയിലത്ത് ഫോണും കളിച്ചിരുന്നിട്ടാണ് എൻ്റെ മുടിയൊക്കെ ഉണക്കുന്നത് കേട്ടോ. ഒത്തിരി മുടിയൊന്നുമില്ല, എന്നാൽ ഈ മുടി ഉണങ്ങി കിട്ടാൻ പാടാട്ടോ. അപ്പം ചിലവരുടെ മുടി അങ്ങനെ പെട്ടെന്ന് ഉണങ്ങും, ചിലരുടെ മുടി കുറേ സമയം എടുക്കും. എൻ്റെ അങ്ങനെയാണ് കേട്ടോ. പൂച്ചപ്പൂടെ ആണെങ്കിലും ഉണങ്ങാൻ പാടാണ്. അപ്പം ഞാൻ ഇന്നലെ രാത്രി തന്നെ കുളിച്ചു. ഇപ്പം ഞാൻ മേലെ കഴുകിയിട്ടാണ് വന്നത്. അപ്പം രാവിലെ അവർ വരുന്നതിന് മുമ്പേ ഞാൻ എഴുന്നേറ്റാണ്. കാരണം നമുക്ക് സമയത്തിന് അങ്ങനെ എണീക്കാൻ പറ്റത്തില്ലല്ലോ. എന്തെങ്കിലും ഒതുക്കാനുണ്ടെങ്കിൽ ഒതുക്കാം. അങ്ങനെ ഞാൻ കുറച്ച് നേരത്തെ എഴുന്നേറ്റെന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം 5:45 മണിക്കൊന്നും അവർ വരുത്തൊന്നുമില്ല, കുറേ കഴിഞ്ഞൊക്കെ വരും. അപ്പം എനിക്ക് പനി വന്നു പോയതിൻ്റെ ഒരു വിമ്മിഷ്ടം എപ്പോഴും നമുക്ക് ഈ മൂക്കടച്ചിരിക്കുന്ന പോലെ തോന്നുക. അപ്പോൾ മോനൂട്ടനും പൊന്നൂസൊക്കെ നല്ല ഉറക്കമാണ്, അവിടെ കിടന്ന് ഉറങ്ങട്ട്. എനിക്ക് പിന്നെ അങ്ങോട്ട് പോകുമ്പോഴും കുഴപ്പമില്ല, എനിക്ക് ഉറങ്ങാം. എവിടെയെങ്കിലും പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമമുള്ള സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട സമയത്തോ അങ്ങനെ എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എനിക്ക് തലേദിവസം ഉറക്കം വരുന്നില്ല കേട്ടോ. ഞാൻ അണ്ണനെയും കൂടെ പിടിച്ചിരുത്തി ഇങ്ങനെ ചർച്ച ചെയ്ത് ഇങ്ങനെ ഇരിക്കും. അണ്ണനെയും പിടിച്ച് ഇന്നലെ 1:30 വരെ ഇരുത്തി സംസാരമായിരുന്നു. അത് കഴിഞ്ഞാണ് ഉറങ്ങിയത്. പിന്നെ അണ്ണനെ എന്നോട് പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ ശ്രമിക്കാൻ മുത്തേന്ന്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകുമ്പോൾ വായി തുറന്ന് കിടന്ന് ഉറങ്ങാം വണ്ടിയിൽ, അണ്ണൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ 1:30 മണിയൊക്കെ ആയപ്പോഴാണ് ഉറങ്ങിയത്. ഞാൻ അത് കഴിഞ്ഞും ആലോചിച്ചെന്തും കണ്ട് കിടന്ന് അങ്ങനെ ഉറക്കം ശരിയല്ല, കണ്ണ് വല്ലാതിരിക്കുന്നുണ്ട്. എനിക്ക് കുഴപ്പമില്ല, അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങാൻ പോകും. അപ്പോൾ അയ്യോ മേക്കപ്പൊക്കെ ഇട്ട് ഉറങ്ങുന്ന കാര്യം എനിക്ക് ആലോചിക്കുന്നത്. ഇന്നൊരു സാരി പോലത്തെ സംഭവമാണ് ഞാൻ ഇന്നലെ കാണിച്ചില്ലേ. അപ്പോൾ എന്തായാലും ഇനി സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് അടുക്കളയിൽ പോയി എന്തായാലും നമ്മുടെ വീട്ടിൽ അവർ വരുന്നതല്ലേ ചായ ഒക്കെ ഇട്ട് വയ്ക്കാമേ.
ഇത്രയും പാല് ഞാൻ വെക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം കുറച്ച് പാല് ഞാൻ ഇന്നലെ ഇത് പൊട്ടിച്ച് രാത്രി കേട്ടോ, രാത്രി കിങ്ങിണി പൂച്ച വന്നപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പൊട്ടിച്ചതാണ്. അപ്പം ഇച്ചിരി വെക്കുന്നതെന്ന് വെച്ചാൽ പൂച്ച അഥവാ വന്നാലും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അന്നേരം ഇപ്പം നമ്മൾ കുക്കൊന്നും ചെയ്തിട്ടില്ല, വീട്ടിൽ പ്രത്യേകിച്ച് കൊടുക്കാൻ നമുക്കൊന്നും ഇല്ലല്ലോ. എന്നാലും സ്ഥിരമായിട്ട് വരുന്ന ഒരാൾ വരുമ്പോൾ നമ്മുടെ മനസ്സിങ്ങനെ കാണുമല്ലോ, ഷോ അത് വരും കൊടുക്കണം, അതിന് വേണ്ടി ഇങ്ങനെ ഇച്ചിരി വെച്ചേക്കും കേട്ടോ. വരും, രാവിലെ കഥ ഉറങ്ങുമ്പോൾ പോകുന്നതിന് മുമ്പ് വരും. അപ്പോൾ പൂച്ചയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പാല് വെച്ചതാണ്. എനിക്ക് 2 ഡ്രസ്സ് കൊള്ളാബുണ്ടായിരുന്നു. ഒരു അടിപൊളി ചുരിദാറും പിന്നെ ഈ സാരി പോലത്തെ സംഭവം 2 കൊള്ളാൻ പറ്റും. പക്ഷെ ചുരിദാർ നേരത്തെ കിട്ടിയാണ്, ഈ സാരിയുടെ കാര്യം നേരത്തെ പറഞ്ഞു വെച്ചതാണ്. എനിക്ക് ഏത് ഉടുക്കണം, എന്തായാലും നമുക്ക് ഉടുത്ത് വീഡിയോ അവർക്ക് ഇടേണ്ടതാണ്. ഞങ്ങൾ കൺഫ്യൂഷനായി. അപ്പോൾ അണ്ണൻ പറഞ്ഞു ഇപ്പം അങ്ങോട്ട് 5 മണിക്കൂർ യാത്ര, ഇങ്ങോട്ട് 5 മണിക്കൂർ യാത്ര, പിന്നെ അതിനിടയിൽ നമുക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൻ്റെ കാര്യം കൺഫേം ആയിട്ടില്ല. അതിലൊരു ആങ്കർ അത്യാവശ്യമായിട്ട് നാട്ടിൽ പോവാം, അത് പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. നാട്ടിൽ പോകണമെന്നാണ് പറഞ്ഞത്. അപ്പം അല്ലെങ്കിൽ അവർ വീട്ടിൽ വന്നെടുക്കാമെന്ന് പറഞ്ഞു, ഇന്ന് സെറ്റ് ആയില്ലെങ്കിൽ. അപ്പോൾ അത് അങ്ങോട്ട് പോകുന്ന വഴിയെ നമുക്ക് അറിയാൻ പറ്റൂ. പിന്നെ ജോഷ് ടാക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരു എന്താ പറയുക, അറിയാം, സ്പീക്ക് ചെയ്യുന്ന നമ്മുടെ ഒരു വിഷമായ സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സംഭവം. അപ്പോൾ അതിലും വിളിച്ചിട്ടുണ്ട്. എനിക്ക് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് പറ്റുവാണെങ്കിലേ ചെയ്യൂ. പിന്നെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം അവർ കൺഫേം ചെയ്യുവാണെങ്കിൽ നമ്മൾ വേറെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കയറി ഇൻ്റർവ്യൂ എടുക്കണം. പിന്നെ ഈ മൂക്ക് അടഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് തോന്നും കേട്ടോ. അപ്പോൾ വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ചേ വരും. അപ്പോൾ അണ്ണ എന്നോട് പറഞ്ഞ ഇവിടെയൊക്കെ കയറുമ്പോൾ നീ സാരിയൊക്കെ കൊടുത്ത് നിനക്ക് വീർപ്പ് മുട്ടും, അതുകൊണ്ടിട്ട് ജീൻസും ടോപ്പും വല്ലതും ഇടുക, അതാ നല്ലതെന്നൊക്കെ പറഞ്ഞു. പിന്നെയും നമ്മൾ അതിട്ടാലും അപ്പം ഞാൻ അന്നേരം വിചാരിച്ചു ഞാനിപ്പം ജീൻസൊക്കെ ഇട്ട് ഒരുങ്ങിയ സിമ്പിളായിട്ട് എനിക്ക് വേണമെങ്കിൽ അങ്ങനെ ചുരിദാറോ എന്തെങ്കിലും വലിച്ചു കയറ്റിയിടാം. പക്ഷേ ഈ ഡ്രസ്സിന് നമ്മൾ വേറെ ഒരുങ്ങി കൊളാബ് ചെയ്യേണ്ടി വരും. അപ്പം ഞാൻ അതുകൊണ്ട് അണ്ണടുത്ത് പറഞ്ഞത് എന്തായാലും നമ്മൾ പോവല്ലേ എണ്ണേ, എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല, ഇതങ്ങ് കഴിയട്ടെ എന്നുള്ള ഇതിലാണ്. എങ്കിലും കുഴപ്പമില്ല, സാരിയൊക്കെ ഉടുക്കാം എന്നുള്ളൊരു മൈൻഡായത് കേട്ടോ. അപ്പം വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം ഈ മുത്തോണി. അപ്പോൾ ഒത്തിരി എല്ലാവരും യൂട്യൂബിലൊക്കെ മിക്കപ്പോഴും കമൻറ്റ് ഇടാറുണ്ട്, ഗെറ്റ് റെഡി വിത്ത് മീന് സാരി ഉടുക്കാറില്ലേ. അപ്പോൾ ഇന്ന് സാരി ഉടുക്കാൻ പോവാണ്. പിന്നെ എന്ന് വെച്ചാൽ വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കല്യാണത്തിനൊക്കെ ഉടുക്കുന്ന വലിയ ഇതുള്ള സാരിയൊന്നും അല്ല. കാരണം വർക്ക് ബ്ലൗസിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട്, സാരി നെറ്റ് പോലെയാണ്. അതുകൊണ്ട് വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ നമുക്കറിയാമല്ലോ, അടിപ്പാവടയും സാധനമൊക്കെ ഇടുമ്പോൾ അതിൻ്റെതായ ചൂടും ബുദ്ധിമുട്ടൊക്കെ കാണും. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ക്രിയേറ്റർ മീറ്റിങ്ങിന് പോകുന്നത്. ഇതിനു മുമ്പും എനിക്ക് പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇപ്പോഴും പൊന്നൂസിനെയും മോനൂട്ടനെയും ഒക്കെ കയറ്റത്തില്ല, എന്നെ മാത്രമേ കയറ്റൂ എന്നൊക്കെ പറയുന്നു. ചിലപ്പോൾ ഒരുമിച്ച് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കയറ്റാമെന്നും 2-3 പേരോടൊക്കെ ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്. അവരെ അപ്പോഴും അണ്ണൻ പറഞ്ഞ് ഞങ്ങളെ കയറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, നീ കയറ്, നീ പോയിട്ട് വാ എന്നൊക്കെ അണ്ണൻ പറയുന്നത്. ഞാൻ കുഞ്ഞുങ്ങളെ നോക്കിക്കോളാം, നീ കയറിയിട്ട് വാ എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് എനിക്ക് പോകാൻ പറ്റും. ഇതിനു മുമ്പും നമുക്കൊരാൾക്കേ കയറാൻ പറ്റൂ എന്നുള്ള ഇതിൽ എനിക്ക് ഭയങ്കര മടിയൊക്കെ ആയിരുന്നു. പിന്നെ അണ്ണൻ പറയും അത് നോക്കണ്ട, നിനക്ക് കയറാൻ പറ്റുമെങ്കിൽ നീ കയറിയിട്ട് വാ, അത് നോക്കിയാൽ മതി. പിന്നെ നമുക്ക് നോക്കാം. ഒരുപാട് ദൂരെ അല്ലാത്തത് കൊണ്ടാണ് എനിക്ക് പിന്നെ കുഴപ്പമാണ്. ശരി, നമുക്ക് പോവാന്നുള്ളത്. അപ്പം ഇത് തിളപ്പിച്ച് വെച്ചിട്ട് ഞാനവിടെ പോയി വെറുതെ ഇരിക്കാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുവാണെങ്കിൽ മനസ്സിന് ഭയങ്കര സമാധാനമായിരിക്കും. ഞാൻ എൻ്റെ കണ്ണ് തെറ്റി ഇത് മിക്കവാറും പോയി. എനിക്ക് എപ്പോഴുള്ള സംഭവമാണ് കേട്ടോ. അതാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നത്. അണ്ണ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടാണ് രാത്രി. രാവിലെ മോളുകൂട്ടന് ബിസ്ക്കറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഡോക്ടർ പനി വന്നങ്ങോട്ട് മാറിയോണ്ട് ബിസ്ക്കറ്റ് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അതുകൊണ്ട് ഇവിടെ ബിസ്ക്കറ്റാണ് കുറേ ഇരിക്കുന്നത്.
ഇന്നലെ വാങ്ങിച്ച ഏത്തക്കാണ്, അങ്ങനെ തന്നെ വെച്ചതാണ്. കാരണം വെച്ചാൽ പഴുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അണ്ണൻ പറഞ്ഞു പൊടിയിൽ എടുക്കണ്ട, അങ്ങനെ തന്നെ ഇരുന്നാൽ മതി, അപ്പം രാവിലത്തേക്ക് പഴുക്കും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് പോകുമ്പോഴേ ഏത്തക്കായും കൊടുത്തിട്ട് ചായ കൊടുത്തിട്ട് അങ്ങ് പോവാം. പിന്നെ വഴിയിൽ നിന്ന് കഴിക്കാം. എന്തെങ്കിലും ഉണ്ടാക്കാൻ നിന്നാൽ മെനക്കേടാ. അതിൽ 8 മണിയാകുമ്പോൾ നമ്മൾ പോവില്ലേ, അതുകൊണ്ടാണേ. അതിരിക്കട്ടെ, പ്ലേറ്റിലെടുത്ത് വയ്ക്കാം. ഞാൻ പിന്നെ വിചാരിച്ച വീഡിയോയിലൊക്കെ ഒരു മോനെ കാണിക്കത്തില്ലേ? എനിക്ക് വയ്യ. അതുമല്ല ഇന്നലെ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതുമല്ല എവിടെയും പോകുന്നുണ്ടെന്ന് ഞാൻ അണ്ണന് സമാധാനം കൊടുക്കത്തില്ല, അണ്ണനെ പിടിച്ചു വിട്ടിരുന്നു. അതുമല്ല കാരണം ഇന്നലെ ഒരു മരണം ഉണ്ടായിരുന്നു, പക്ഷെ അറിയില്ല അണ്ണനാണ്. ഞാൻ വിളിച്ചു എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സന്തോഷമായിട്ട് പോകുമ്പോൾ മനസ്സിൽ ഒരു വിഷമം. അണ്ണൻ പറയോ പോകാൻ പറ്റത്തില്ലല്ലോ, അതെല്ലാം ഹോസ്പിറ്റലിലാണ്, എവിടെയോ ഓപ്പറേഷനൊക്കെ ചെയ്ത് കിടക്കും. അപ്പം തിരിച്ച് വരുന്നവരെ നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അതും ഒരു സങ്കടം. എൻ്റെ കാര്യമുള്ളതാ, എൻ്റെ കാര്യമുള്ളതാ. എനിക്കാണെങ്കിൽ എൻ്റെ എല്ലാ സന്തോഷമുള്ള സമയത്തും സങ്കടം. വീട്ടിൽ വന്ന പടേ ജോലിയിലേക്ക് കിടക്കുന്നത് മോശമല്ലേ? അതുകൊണ്ട് ദേ ചായയൊക്കെ കൊടുത്ത് പിന്നെ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എൻ്റെ കാര്യം പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഞാൻ മനഃപൂർവ്വമല്ല, ഞാൻ വർത്താനം പറയാൻ തുടങ്ങിയാൽ പിന്നെ നിർത്തത്തില്ല, അങ്ങ് സംസാരിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ സംസാരിച്ച് കുറേ നേരമായപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു, സമയം പോകും, നമുക്ക് ഒരുങ്ങണ്ടേന്ന്. അങ്ങനെ പിന്നെ ഇതേ സാരിയും ബ്ലൗസൊക്കെ എടുത്ത് കാണിച്ചു. അതൊക്കെ കണ്ടാലല്ലേ അവർക്ക് മനസ്സിലാവൂ എങ്ങനെയാണ് ഉടുക്കേണ്ടതെന്നും മേക്കപ്പ് ചെയ്യേണ്ടതെന്നൊക്കെ. അങ്ങനെ ഇതേ സാരി നോക്കി. നമുക്കിത് അയച്ചു തന്നിരിക്കുന്നത് അരുന്ധതി കൗച്ച് എന്ന് പറയുന്ന ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ. കസ്റ്റമൈസ് ചെയ്ത് തന്നതാണ്. അപ്പോൾ അതിന് ഇന്നലെ ഷാള് തപ്പിയാണ് ഞാൻ ഷോപ്പിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അണ്ണനും ഞാനും ഈ പുനലൂരുള്ള എല്ലാ കടകളിലും നടന്നു. പക്ഷേ ഈ ഷോളല്ല വേണ്ടതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇത് തലയിൽ കിടക്കുമെന്ന് തോന്നുന്നില്ലെന്നേ. പിന്നെ ഇത് നമ്മൾ ചുരിദാറിൻ്റെ പീസ് വെട്ടിയെടുത്തതാണ്. അപ്പം നമ്മുടെ സാധാ ഷാളിനേക്കാളും കൂടുതലുണ്ട്. അങ്ങനെ അത് മുറിച്ചെടുക്കുകയാണ്. ഞാൻ കത്രിക തപ്പി നടന്നിട്ട് കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ അടുക്കളയിൽ മീൻ വെട്ടുന്ന കത്രിക ഞാൻ കഴുകി എടുത്തുകൊണ്ട് കൊടുത്തു. എന്നിട്ട് സാധാ ഷാളിൻ്റെ അളവിന് അത് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഈ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. ആ സമയത്തേക്ക് ഞാൻ പോയി ടീഷർട്ടൊക്കെ ഊരിയിട്ട് ബ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നു. അല്ലെങ്കിൽ മുടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ടീഷർട്ട് മേളിൽ കൂടെ വരുമ്പോഴത്തേക്കും പിന്നെ ഇതേ കഴിഞ്ഞ് മുടിയൊക്കെ സെറ്റ് ചെയ്തത് ഗതാഗുതയായി മാറും. അപ്പോഴത്തേക്കും ഞാനൊരു പാൻറ്റും നമ്മുടെ ബ്ലൗസും ഷാളും ഇട്ടിട്ടാണ് ദേ മേക്കപ്പ് ചെയ്യാൻ ഇരുന്ന് കൊടുക്കുന്നത്. ഇതുവരെ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മേലിൽ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ദേ ആദ്യമായിട്ടാണ് ഒരു മേക്ക് ഓവർ വീഡിയോ. നീ ഇതൊക്കെ എപ്പോൾ പഠിച്ചേ? എത്ര മാസം? 10 days. പിന്നെ സർട്ടിഫിക്കറ്റ് 10 ദിവസം. ഇത്രേ ഉള്ളൂ? പറ്റത്തില്ല മോളെ, അത് ആ പറച്ചിൽ മാത്രമേ. പിന്നെ കിടന്ന് ഇതൊക്കെ ഒരുപാട് വരും. നമ്മൾ അവര് ആ 10 ദിവസം കണ്ണ് കാണുകൂടി ഈ കാഴ്ചക്കുറവുള്ളതാണ്. ഇപ്പൊ ഇത്ത മേക്കപ്പ് തീരുന്ന വരെ ഒരു ബ്ലർനെസ് തോന്നും. പക്ഷെ ഇങ്ങോട്ട് നോക്കണേ. എങ്ങോട്ടാ? അങ്ങോട്ട് നോക്കൂ. അമ്മ ശരിയായോ? കണ്ണു ചെറിയൊരു തടസ്സം പോലെ ഉണ്ട്. മാറുമോ? എല്ലാവർക്കും വേണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒപ്പി കൊടുക്കാം. അണ്ണൻ പറഞ്ഞേ, അവരെന്തെങ്കിലും കിട്ടിയ സമയമൊക്കെ നമ്മൾ കഴിക്കാറുണ്ട്. അണ്ണൻ പറഞ്ഞേ 2000 അവര് ഒരു അമ്മായി ഒരുക്കാനാ വരുന്നേ, അങ്ങനൊന്നും പോയി പറയരുതെന്ന് പറഞ്ഞ അണ്ണൻ. അവൾ എന്നെ എന്തോരം ഞാൻ നടക്കുന്നത് കണ്ടിട്ടുള്ളത് ആ ഒരു ഫ്രീഡത്തിൽ പറഞ്ഞില്ല. നമുക്ക് റീൽസ് ചെയ്യണം. ഞാൻ പിന്നെ മുന്നേ നമുക്ക് ഡാൻസ് ടീംസ് ആയതുകൊണ്ട് അമ്മായി ഡാൻസ് കളിക്കുമല്ലോ. ഞാനോ? ഇതിന് എത്ര രൂപയടി? 100 100? ആ, അത്രേ ഉള്ളോ? ഞാൻ പിന്നെ കാറിനകത്തും വെളിയിറങ്ങാറില്ല. കാരണം എനിക്ക് വെയിൽ കൊണ്ടാ പിറ്റേന്ന് പനിയാണ്.
നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സീരിയലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ. അതിന് പോയിട്ട് വന്ന അന്ന് പിടിച്ചതാ. എനിക്ക് ഇതുവരെ ആ വിമ്മിഷ്ടം പോയിട്ടില്ല മൂക്കിന്ന്. എന്നാ കല്യാണത്തിനെ കണ്ട വെച്ച എന്നെ കണ്ട പാടെ ദിയ ചോദിച്ചത് ഇത്തേക്ക് നല്ല അടിവയറുണ്ടെന്നാണ് കേട്ടോ. ഞാൻ എന്ത് ചെയ്യാനാണ്? പൊന്നൂസിനെ പ്രസവിച്ച സമയത്ത് അമ്മ പറയുമായിരുന്നു നന്നായിട്ട് വയറ് ഈ സമയത്ത് മുറുക്കി കെട്ടിയാലേ ഒതുങ്ങുന്നു. അങ്ങനെ ഞാൻ നല്ലപോലെ കെട്ടൊക്കെ ചെയ്യുമായിരുന്നു. സിസേറിയനാണെങ്കിലും എനിക്ക് വേദന സഹിച്ചൊക്കെ ഞാൻ കെട്ടും. അത് കഴിഞ്ഞിട്ട് എനിക്ക് വയറേ ഇല്ലായിരുന്നു, നന്നായിട്ട് ഒതുങ്ങിയതായിരുന്നു. പിന്നെ മൂന്നുകുട്ടൻ്റെ സിസേറിയന് ശേഷം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം വെച്ചാൽ അടിവയറ്റിൽ സ്റ്റിച്ചൊക്കെ പഴുത്ത് ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു. ഈ പ്രസവിച്ച് കിടന്ന 40 ദിവസവും അണ്ണൻ എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു ഡ്രസ്സ് ചെയ്യാനും മറ്റുമായിട്ട്. നന്നായിട്ട് പഴുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പം നമ്മൾ ഈ വെയ്ത് കുളിപ്പിക്കുമല്ലോ 40 ദിവസത്തിലൊരു 10-11 ദിവസമൊക്കെ. അപ്പോൾ ആ സമയത്ത് അമ്മ എന്നെ നല്ലപോലെ കുളിപ്പിക്കാനൊക്കെ പേടിയായിരുന്നു. തൈലമൊക്കെ തേക്കത്തൊന്നും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗത്തെ ഈ പ്രശ്നം കൊണ്ടിട്ട്. അപ്പോൾ വയറൊന്നും കെട്ടാൻ പറ്റിയില്ല. അതുകൊണ്ട് കുറച്ച് വയറൊക്കെ ചാടി. ഇനി ഞാൻ എന്ന് ഒതുക്കിയെടുക്കും എനിക്കറിയത്തില്ല. പിന്നെ മേക്കപ്പിനെ പറ്റി എനിക്ക് വലുതായിട്ടൊന്നും അറിയത്തില്ല മുത്തുമണി. ഞാൻ ആകെ ഫൗണ്ടേഷനും നമ്മുടെ കോമ്പാക്റ്റ് പൗഡറും ഒക്കെ യൂസ് ചെയ്തിട്ടല്ലേ ഒരുങ്ങുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള മേക്കപ്പിനെ പറ്റി പറഞ്ഞു തരാൻ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വളവള അലച്ചിരിക്കുന്നത്. പിന്നെ ഞാനൊരു കാര്യത്തിൽ തുടങ്ങിയാൽ എവിടെ ചെന്ന് നിൽക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അവരുടെ സമയവും ഞാൻ കളഞ്ഞു. സത്യം പറഞ്ഞാൽ 1.5 മണിക്കൂർ ലേറ്റായിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. അണ്ണൻ എന്നോട് പ്രത്യേകം പറഞ്ഞു അലച്ച് സമയം കളയിൽ സ്പീഡാക്കണം, നമുക്ക് 8:30 ആകുമ്പോൾ ഇറങ്ങണം, ട്രാവൽ ഉള്ളതാണ് ഒരുപാട് നേരമെന്ന്. എവിടെ നിന്ന് ഞാനതൊക്കെ മറന്നുപോയി സംസാരിക്കാൻ നേരം 1.5 മണിക്കൂർ ഞങ്ങൾ ലേറ്റായിട്ടാണ് ലാസ്റ്റ് ഇറങ്ങിയത്. ഒരു കാര്യം ചെയ്യും, ഞാൻ ഉച്ച കഴിയുമ്പോൾ വരും അണ്ണൻ കൊണ്ടുപോകാമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ട് പോകുമ്പോൾ എന്തോ ഒരു വിഷമമായിരിക്കും 3 ദിവസം. അത് ആലോചിക്കുമ്പോൾ ഞാൻ വേണ്ടി മടിച്ചു. ഐ മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് കണ്ണ് കാണാനൊരു രസമൊക്കെ തോന്നി ലെൻസ് വെച്ചത്. പിന്നെ ദിയയ്ക്ക് റീൽസിലിടാൻ വേണ്ടിയിട്ട് ദേ എന്നെക്കൊണ്ട് ഷാളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് കണ്ണിങ്ങനെ തുറക്കുന്നത് പോലെ കാണിക്കുമായിരുന്നു. പിന്നെ നമ്മൾ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ച് മരിക്കാൻ റെഡി ആയിട്ടിരിക്കുവാണല്ലോ ഞാൻ. അല്ലെങ്കിൽ അവർ ലുലുമാളി പോകുന്നു എന്നെ കയറ്റിയിട്ട്. പക്ഷേ ഞാൻ ഇവരെ കൊണ്ട് കയറ്റാൻ നോക്കും. അയ്യോ അവർ രണ്ടുപേരും അണ്ണൻ്റെ കൂട്ടെ. എൻ്റെ ഒരു ചായയും ലഡുവും കിട്ടിയില്ല ആർക്കും. പൊന്നൂസ് മോണ്ടനെ എണീറ്റ് വന്നിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്മയുടെ കണ്ണിൽ എന്തോ വെച്ചെന്നേ. പിന്നെ പൊന്നൂസിന് ഒരുങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഓവർ മേക്കപ്പ് ചെയ്ത് അണ്ണൻ വഴക്ക് പറയും. ഡാൻസ് ഒക്കെ വരുമ്പോഴാണ് പൊന്നൂസിന് മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ദിയയോട് പറഞ്ഞു പൊന്നൂസിനെ ഒന്ന് ജസ്റ്റ് ഒരുക്കിയെടുക്കാൻ. അങ്ങനെ അവൾ ഒരുക്കിയെടുത്തു. പിന്നെ എൻ്റെ ഫൈനൽ ലുക്ക് തലയിൽ നമ്മൾ ടർബൺ ഇങ്ങനെ കെട്ടിയേക്കുമായിരുന്നു. പിന്നെ മോനുകുട്ടനും പൊന്നൂസിനും ഒരു ഏത്തക്കൊക്കെ കൊടുത്തിട്ട് പൊന്നൂസ് ദേ ഡാൻസ് പ്രാക്ടീസ്. അപ്പോൾ ദേ മുത്തുമണി നമ്മൾ ഇറങ്ങാൻ പോയ സമയത്ത് ദേ മഴ പെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് ഗേറ്റ് അടയ്ക്കാൻ ഒക്കത്തില്ല. ഈ പുട്ടി അടിച്ചാൽ പോത്തില്ലയോ. അതുകൊണ്ട് അണ്ണൻ പറഞ്ഞ അണ്ണൻ തന്നെ ഇറങ്ങി ഗേറ്റ് അടയ്ക്കാണ്. ചാർജർ അത് പവർ ബാൻഡ് അതിനകത്താണ് കവറിൽ. അപ്പം നമുക്ക് ഇറങ്ങാം. കുറച്ച് അങ്ങോട്ട് പോയി തുടങ്ങിയപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ പൊന്നൂസിനെ മോനുടനെ മടിയിൽ കിടത്തി ഇങ്ങനെ തടവി കൊടുത്തപ്പോഴത്തേക്കും 2 പേരും ഉറക്കമായി കേട്ടോ. അങ്ങനെ ഞാൻ കുട്ടനാട് വരെയൊക്കെ ഉറങ്ങാതെ കണ്ണും വീഴ്ചയൊക്കെ നിന്നു. പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി. ഞാൻ എപ്പോഴൊക്കെയോ ഉറങ്ങി എണീപ്പോഴത്തേക്കും മേക്കപ്പിൻ്റെ കാര്യമൊന്നും എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് അണ്ണനും ഞാനും ഒക്കെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാൽ അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ട്രാഫിക് ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ദേ ചോറ് കഴിക്കാനെത്തി. എൻ്റെ പൊന്നെ ഞാൻ വലഞ്ഞു പോയി ഫ്രണ്ട്സ്. ദേ ഒരു കടയിൽ വന്നു. അമ്മ വരാം. ഇതൊക്കെ ഊരി കറി ചെയ്ത് ഞാൻ ഉറങ്ങി തല 2-3 വട്ടം അടിച്ചപ്പോഴത്തേക്ക് ഇതെല്ലാം ഊരി വന്നു. സാരമില്ല, നമുക്ക് അവിടെ എത്തുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും ചെയ്യാമല്ല. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ? ഇതാണ് എനിക്ക് മേക്കപ്പ് ചെയ്തുള്ളത്. ആ പിള്ളേർ എത്ര നേരം മെനക്കെട്ട് ചെയ്തതാ. അണ്ണ എങ്ങനെയുണ്ട്? അണ്ണനോട് ചോദിക്കണം. വലിയ കുഴപ്പമില്ല. കൈയൊക്കെ കഴിയുക. അന്നാണ് മരുന്നിട്ട് നിൽക്കുന്നു. ചോറ് പറഞ്ഞു ഇല്ല. നമ്മൾ മീൽസാണ് കേട്ടോ പറഞ്ഞത്. കാരണം വെച്ചാൽ ബിരിയാണി പറഞ്ഞു കഴിഞ്ഞാൽ ആഗ്രഹം ഉണ്ടെങ്കിലും പറഞ്ഞില്ല. കാരണം പറഞ്ഞാൽ നമുക്ക് ഉറക്കം വരും. ഞാൻ ഉറങ്ങി മൊത്തം കുളവാക്കും, കൺമശി എല്ലാം പടരും. അതുപോലെ തന്നെ അണ്ണൻ ഡ്രൈവ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സാദാ ചോറ് പറഞ്ഞു. പിന്നെ പൊന്നൂസിന് എവിടെ ചെന്നാലും സാദാ ചോറാണ് ഇഷ്ടം. പിന്നെ അങ്ങനെ സാദാ ചോറും പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ അണ്ണന് ഏറ്റവും ഇഷ്ടപ്പെട്ട കണവാത്തോരനുണ്ടായിരുന്നു. കണവാത്തോരനും വാങ്ങിച്ചു. പിന്നെ അയല ഫ്രൈയും വാങ്ങിച്ചു. ഈ മോനൂട്ടനും പൊന്നൂസും ഉണ്ടല്ലോ, പൊന്നൂസ് പിന്നെയും കറികൾ കൂട്ടും. മോനുകുട്ടൻ ഈ ചാറ് മാത്രം കൂട്ടി കഴിക്കും. അവിയൽ, തോരൻ അതൊന്നും കൂട്ടില്ല. അതൊക്കെ ഞാനാണ് തിന്നേണ്ടത്. പിന്നെ ഞാൻ അതൊക്കെ പറക്കി തിന്നു. അണ്ണനും അതൊക്കെ എടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു. വേഗം കയറി പോവാൻ നമുക്ക്.
കാറിൽ കയറുന്നതിന് മുമ്പ് തന്നെ അണ്ണൻ യൂട്യൂബിൽ ടർബൺ കെട്ടുന്നത് എങ്ങനെയാണെന്ന് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് ഒരു വീഡിയോ നോക്കി എനിക്ക് കെട്ടിത്തന്നതാണ് മുത്തുമണി. സത്യം പറഞ്ഞാൽ എനിക്ക് ചില നേരത്തെ അങ്ങ് സങ്കടം തോന്നും കേട്ടോ. കാരണം വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എന്നെ എടുത്ത് തോട്ടിലെറിഞ്ഞേനെ. എൻ്റെ അണ്ണനായതുകൊണ്ടാണ്. അണ്ണൻ കെട്ടിത്തന്നത് എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? ആദ്യം കെട്ടിയതിനേക്കാളും കുറച്ചുകൂടെ കൊള്ളാമെന്ന് തോന്നി എനിക്ക് കേട്ടോ. അണ്ണൻ കെട്ടിത്തന്നുകൊണ്ടായിരിക്കാം. പിന്നെ എനിക്കങ്ങ് വൊമിറ്റിംഗ് ടെൻഡൻസി വന്നു. അങ്ങനെ ദേ അണ്ണൻ എനിക്ക് ഗ്യാസുള്ള മിറാണ്ട വാങ്ങിച്ചു തന്നു. പിന്നെ ദേ ഞാൻ ഉറങ്ങാതിരിക്കാൻ കുറച്ച് കിക്കാറ്റും തേൻ മുട്ടായിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്നു. പൊന്നൂസിനും മോനുകുട്ടനും അവരുടെ ഫേവറേറ്റ് കിൻഡർ ജോയും. മോനുകുട്ടൻ കെറിവിച്ചിരിക്കുകയാണ്. മോനുകുട്ടൻ കെറിവിക്കുന്ന എന്തിനാണെന്ന് നമുക്കറിയത്തില്ല. പെട്ടെന്ന് അങ്ങ് കെറിവിച്ച് കളയും. കാരണമൊക്കെ 1-2 മണിക്കൂർ കഴിഞ്ഞേ പറയും. അങ്ങനെ മോനുടനെങ്കിലും കിൻഡർ ജോയ് കൊടുത്ത് ബാൾ വാങ്ങിച്ചേട്ടോ. അങ്ങനെ ദേ നമ്മൾ ഫോർട്ട് കൊച്ചിയുടെ അവിടെ ഇങ്ങനെ എത്തി. കൊച്ചിയിൽ വെച്ചിട്ടാണ് കേട്ടോ. കൊച്ചി താജ് റിസോർട്ട് എന്ന് പറയും. അവിടെ വെച്ചിട്ടാണ് എൻ്റെ മുത്തുമണീസും ഞാനും. മുടിയാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് തപ്പി നോക്കുന്നത്, സെറ്റായോ പന്നലായോ. അങ്ങനെ ഞാൻ കല്യാണി കണ്ടുമുട്ടി ഫ്രണ്ട്സ്. ഞങ്ങൾ രണ്ടേ ഉള്ളൂ ഓവർ. ബാക്കി എല്ലാവരും സിമ്പിളായിട്ട് വന്നേക്കുന്നു. അങ്ങോട്ട് പോയി ഇവരെ കയറ്റുമെന്ന് അറിയത്തില്ല. 1.5 മണിക്കൂർ ലേറ്റായി ഇറങ്ങിയതുകൊണ്ട് 3 മണിക്ക് അവിടെ എത്തുന്ന കാര്യം സംശയമാണ്. അണ്ണൻ കാറിലിരുന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. പക്ഷേ അണ്ണൻ സ്പീഡിൽ എന്നെ 3:15 ഇവിടെ കൊണ്ട് എത്തിച്ചേട്ടോ. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നപ്പോഴത്തേക്കും നമ്മുടെ വീഡിയോ എല്ലാവരും കാണണമെന്നില്ലല്ലോ, കുറച്ച് പേരുണ്ടായിരുന്നു എന്നെ അറിയുന്ന. അവർ വന്ന് കണ്ടു, സംസാരിച്ചു, കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അത് തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ മിക്കവരും നമ്മളെ അറിയാമെങ്കിലും ഇങ്ങോട്ട് വന്ന് മിണ്ടത്തൊന്നുമില്ല കേട്ടോ. ഈ യൂട്യൂബേഴ്സിൻ്റെ ഇടയിലുള്ളൊരു പ്രശ്നമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അറിയാമെങ്കിലും നമ്മളെ വീഡിയോ കണ്ടാലും വന്ന് മിണ്ടത്തൊന്നുമില്ല. നമ്മൾ പോയി മിണ്ടിയാലും ജസ്റ്റ് ഒന്ന് സംസാരിക്കത്തേ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മുടെ മെയിൽ ഐ ഡിയൊക്കെ അവിടെ കൊണ്ട് കാണിച്ചു. അൽഹ ഫാത്തിമ. എൻ്റെ കൂടെ ആരെങ്കിലും ഒരാളെ മാത്രമേ കയറ്റി വിടുമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് പൊന്നൂസ് യൂട്യൂബൊക്കെ ചെയ്യുന്നതുകൊണ്ട് പൊന്നൂസിനെ ആയി. മോനുകുട്ടൻ അപ്പത്തൊട്ട് കരയാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് എൻ്റെ സാരി തുമ്പി കയറി അവനെ അകത്തേക്ക് കയറ്റി. പക്ഷേ അണ്ണനെ കയറ്റി വിട്ടില്ല. എനിക്കങ്ങ് ഭയങ്കര സങ്കടമായി. ഹോട്ടലിനകത്ത് എന്തൊക്കെ സൗകര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും പാതി ജീവൻ വെളിയിലായിപ്പോയി. എനിക്കങ്ങ് ഭയങ്കരമായിട്ട് വിങ്ങുമായിരുന്നു കേട്ടോ. പിന്നെ പൊന്നൂസ് വീഡിയോ കാണുന്ന ചേട്ടന്മാരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അണ്ണൻ കയറാത്ത വിഷമത്തിൽ ഞാനിങ്ങനെ അണ്ണനെ ഫോൺ ചെയ്തുകൊണ്ട് നിന്നപ്പോഴത്തേക്കും ഞാൻ റീനയോട് പറഞ്ഞു. അവളെ എനിക്ക് പരിചയമുണ്ട് കേട്ടോ. യൂട്യൂബിലെ വീഡിയോസൊക്കെ ചെയ്ത് മെസ്സേജൊക്കെ അയക്കും. കുഞ്ഞുങ്ങൾക്കൊന്ന് ഫുഡ് എടുത്തു കൊടുക്കുമെന്ന് ചോദിച്ചു. കാരണം ഞാൻ ആ സമയമൊക്കെ അണ്ണനെ ഫോൺ വിളിക്കുമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. കാരണം നമുക്ക് ഈ കിട്ടുന്ന സന്തോഷമൊക്കെ കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരേണ്ടത് നമ്മുടെ ഈ ജീവിതത്തിലോട്ടാണ്. അണ്ണൻ, എൻ്റെ പൊന്നൂസ്, എൻ്റെ മോനുകുട്ടനും. അപ്പോൾ എനിക്ക് ആ ലൈഫാണ് ഏറ്റവും സന്തോഷവും ഏറ്റവും ഇമ്പോർട്ടൻസും. അപ്പോൾ എനിക്ക് അണ്ണനെ കയറ്റാതെ ഭയങ്കര സങ്കടമായി. അപ്പോൾ അവർ പറഞ്ഞു ഇത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹോളിൽ സ്ഥലമൊക്കെ ഉണ്ടെങ്കിൽ കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ അണ്ണൻ എന്നോട് ഫോണിൽ പറയുന്നത് അവിടെ എന്തിരിക്കുന്നു മുത്തേ, പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. അണ്ണൻ ഇവിടെ കാറിൽ AC ഒക്കെ ഇട്ട് പാട്ടൊക്കെ ഇട്ട് ഫോണൊക്കെ കണ്ടുകൊണ്ടിരിക്കാം. നീ അത് കുഞ്ഞുങ്ങളുമായിട്ട് എൻജോയ് ചെയ്തിട്ട് വാ എന്നാണ് അണ്ണൻ കൂളായിട്ട് പറഞ്ഞത്. പക്ഷേ എൻ്റെ ചങ്കടന്ന് വടക്കിയായിരുന്നു. പിന്നെ ഞാൻ പൊന്നൂസും മോണ്ടനും ഉള്ളതുകൊണ്ട് ഞാൻ ഒറ്റപ്പെട്ടില്ലെന്ന് തന്നെ പറയാം. കാരണം യൂട്യൂബിൽ എനിക്ക് അങ്ങനെ കൂടുതൽ ഫ്രണ്ട്സ് ഒന്നുമില്ല. ഞാൻ അങ്ങനെ ആരുമായിട്ടും വലിയ കമ്പനിയില്ല. ഓക്കെ മോനുട്ടാ അപ്പോൾ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുക്കുന്നു. അടുത്ത ഹോളിലേക്ക് കയറുമ്പോൾ അവിടെ കുറച്ച് ഫണ്ണായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം. പിന്നെ അതേ ഒരു ചുമരിൽ കുറേ സ്പെല്ലിങ്ങുകൾ വെച്ചിട്ടുണ്ട്. അതിനകത്തുനിന്ന് നമ്മുടെ ചാനലിൻ്റെ പേര് കണ്ടുപിടിച്ച് നമ്മളിങ്ങനെ റൗണ്ടിലാക്കണം. എന്നിട്ട് ഞാൻ കുറേ തപ്പി എവിടെയെന്ന് പറഞ്ഞ് കണ്ടുപിടിക്കുന്നു. അങ്ങനെ ഞാൻ കുത്തിയിരുന്ന് തറയിലിരുന്ന് അങ്ങ് നോക്കാൻ തുടങ്ങിയല്ലോ. അങ്ങനെ നോക്കി ലാസ്റ്റ് 3-ാമത്തെ 4-ാമത്തെ വരിയിലായിട്ട് ദി സാലിഹ ഷാജഹാൻ വ്ലോഗ്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞാനത് ദേ റൗണ്ട് ഇട്ട് വെച്ചു. എന്നിട്ട് അടുത്ത ഹോളിലേക്ക് പോയി കേട്ടോ. അപ്പോഴത്തേക്ക് ദേ നമ്മുടെ പൊന്നൂസ് ചട്ടമ്പീസിനെ കണ്ടു. ചേട്ടാ നിങ്ങൾ കാണുമോ കാറിലിരുന്ന് ചോദിക്കുമായിരുന്നു. അൾട്ടിമേറ്റ്ലി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള യൂട്യൂബേഴ്സിനെ മുന്നിലാണ്. സോ എല്ലാ പ്രാവശ്യവും എനിക്ക് ക്രിയേറ്റീവ് ബ്ലോക്ക് വരുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യമാണ്. കൊടയും വടിയും ക്യാമറയും കൊണ്ട് ഇറങ്ങുമ്പോ 2-ാമത്തെ ദിവസം, ആദ്യത്തെ ഒരു ദിവസം ഇറങ്ങും ശരണ്യ നന്ദകുമാർ and Karthik Surya. ഈ സൗണ്ട് ഉണ്ടാക്കുന്നത്
കാർത്തിക് സൂര്യൊക്കെ വന്നതിന് ശേഷം ചെറിയ ചെറിയ ഗെയിമുകളായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ വിചാരിച്ചു എൻ്റെ പൊന്നൂസിന് മോനോടനും ബോറടിക്കുന്നു. പക്ഷേ എൻ്റെ പൊന്നൂസിന് മോണ്ടനും ബോറടിച്ചില്ല. ഭയങ്കര എന്തോ ആകാംക്ഷയിൽ കണ്ടുകൊണ്ടിരുന്നു. ചെറിയ ഗെയിമുകൾ, പിന്നെ യൂട്യൂബിൻ്റെ അഖിലെന്ന് പറയുന്ന ഒരു ചേട്ടനുണ്ട്. ആ ചേട്ടൻ കുറേ നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതിൻ്റെ ടിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. #ൻ്റെ ആവശ്യമുണ്ടോ, പിന്നെ നമ്മൾ പ്രൈവറ്റ് ആക്കി വീഡിയോസ് വെച്ചിട്ട് പബ്ലിക് ആക്കുന്നതിനെ പറ്റിയും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. പൊന്നൂസ് മോണ്ടന് ഭയങ്കര സന്തോഷത്തിൽ അതിരുന്ന് കണ്ടു. പിന്നെ എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സും ഗ്യാങ്ങും ഒക്കെ ആയിട്ട് ഒതുങ്ങിക്കൂടി. ഞാൻ മാത്രം ബാക്കിൽ എൻ്റെ പൊന്നൂസും മോനൂട്ടനുമായിട്ട് ഒതുങ്ങിക്കൂടി. സത്യം പറഞ്ഞാൽ എനിക്ക് ബോറടിച്ചില്ല. ഒറ്റയ്ക്കായിരുന്നു, കുഞ്ഞുങ്ങളെ കയറ്റുന്നില്ലായിരുന്നുവെങ്കിൽ സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ടെൻഷൻ അടിച്ച് മരിച്ചേനേട്ടോ. കാരണം എനിക്ക് ആരും ഇല്ലാത്തൊരു ഫീൽ ചെയ്തു അകത്ത് കയറിയപ്പം. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. എൻ്റെ പൊന്നൂസ് മോണ്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ തല കറങ്ങി ബോധം കെട്ട് വീണേനെ. യൂട്യൂബിൻ്റെ ഇതിൽ നിന്ന് നോക്കുവാണെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് ഒരുപാട് പേരൊന്നും ഇല്ലാത്തത് ഞാനായിരിക്കും കേട്ടോ. കാരണം ഞാൻ വീഡിയോസ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു. എൻ്റെ പൊന്നൂസും മോണ്ടനും അണ്ണനും ഒക്കെ ആയിട്ട് അങ്ങ് ഒതുങ്ങിപ്പോയി. വേറെ ആരുമായിട്ട് വലിയ കമ്പനി ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷേ എനിക്ക് അതിലാണ് ഇഷ്ടവും. പിന്നെ നമുക്ക് കുറേ ടിപ്പൊക്കെ അവിടെ നിന്ന് പറഞ്ഞു കിട്ടി കേട്ടോ. നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നെങ്കിലും പല കാര്യങ്ങളും നമുക്ക് അറിയില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറേ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. ഇതുപോലെ ഒരു ബോർഡൊക്കെ തരും. അതിനകത്ത് കുറേ ക്ലേ വെച്ചിട്ടുണ്ട്. അത് വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പൊന്നൂസിനും മോണ്ടനും വീട്ടിൽ. അത് പല നിറത്തിൽ നമുക്ക് എടുക്കാം. അതിന് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. ഇതാണ് പ്രധാനമായിട്ടും പറയുന്നത്. പക്ഷേ ഈ ക്ലേ ആണെങ്കിൽ ഭയങ്കരമായിട്ടും ഈ വിലക്കുറഞ്ഞ ക്ലേയും കൂടിയതൊക്കെ കണ്ടാൽ നമുക്കറിയാമല്ലോ. കാരണം പൊന്നൂസ് മോണ്ടനും കളിക്കുന്നുണ്ട്, എനിക്കറിയാം. അത് കുറച്ച് കുറഞ്ഞായതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒലിച്ചു പോകുന്ന പോലെ തോന്നി കേട്ടോ. പിന്നെ കുറേ ബട്ടർഫ്ലൈസ്, മിനുക്കം അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കതെടുത്ത് ഉണ്ടാക്കാം. എനിക്ക് പിന്നെ ഇതുപോലുള്ള കലാവാസനകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് 3-4 കളറിലതേ ക്ലേ എടുത്ത് അതിനകത്ത് വെച്ച് കുറച്ച് മിനുക്കം ഇട്ട് അടച്ചങ്ങ് വെച്ചു. എൻ്റെ കലാവാസന അത്രയേ ഉള്ളായിരുന്നു. പൊന്നൂസ് മോണ്ടൻ അതൊക്കെ തന്നെ കുറേ മിനുക്കമൊക്കെ വാരി വെച്ചു. എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെ പറയാം. ഇത് കണ്ടോ? പിന്നെ അവിടെ ഏറ്റവും നന്നായിട്ട് ഇതുണ്ടാക്കിയത് ആരാണെന്നുള്ള ഇതായിരുന്നു. കാരണം അങ്ങനെ അടിപൊളിയായിട്ട് എന്തെങ്കിലും തീം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നവർക്ക് സമ്മാനമുണ്ട് കേട്ടോ. അവിടെ അടുത്തുള്ളൊരു ചേട്ടൻ എൻ്റെ ഫോട്ടോ എടുത്തത് എന്നെ കാണിച്ചു. അത് കഴിഞ്ഞിതാ എൻ്റെ പൊന്നൂസിനും മോണ്ടനും ഒരുപോലൊക്കെ തന്നെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല. മക്കളെ മിടുക്കി. 8 ആണ്. ആദ്യം 4 വിരൽ എടുക്കുക, പിന്നെ 4 കൂടെ ആഡ് ചെയ്ത പോരെ. ഇങ്ങനല്ല നിന്റെ പ്രായത്തിൽ ഞാൻ മണ്ണ് മാത്രമേ തിന്നിട്ടുള്ളൂ, ഒന്നും പഠിച്ചിട്ടില്ല. നല്ല പറഞ്ഞു കേട്ടോ. നല്ല ഭംഗിയുണ്ട്. പറഞ്ഞത് ഇതാരുടെയാണ് സുഹൃത്തുക്കളെ? ആണോ? ശരിയും ഉറപ്പാണോ? അയ്യോ എന്താ അർത്ഥമുണ്ട് മക്കളെ? യു ആർ എ ജീനിയസ്. പറയൂ, അർത്ഥം പറയൂ. 2 സമ്മാനം കൊടുക്കണം. കുഞ്ഞുമോൾ സെലക്ട് ചെയ്ത മക്കളെ പേരെന്നായിരുന്നു? അൽഹ. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അൽഹയ്ക്ക് 4+4 8 ആണെന്നും 5+3 അല്ല 8 ആണെന്ന് പറയാം. മക്കളെ ഒന്നുകൂടെ ചോദിക്കട്ടെ ഞാൻ. 3+5 അല്ല 7. 3+7. അവള് പറയും. ആരുമാണ് നിരുത്സാഹപ്പെടുത്തരുത്. യെസ് യെസ്, അവളത് പറഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അമ്മ ടെലിസ്കോപ്പ് വെച്ച് അവളത് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ നോക്കി, പക്ഷെ ഞാൻ മറച്ചു. മക്കളെ മിടുക്കി. അപ്പൊ അതാ മച്ചാനെ പേരെന്നായിരുന്നു? നമ്മുടെ പൊന്നൂസിനെ സ്റ്റേജിൽ വിളിച്ച് കാർത്തിക് സൂര്യ ഈ ഗെയിമിൽ ജയിച്ച ആൾക്കാർക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുപ്പിച്ചത് അവളെ കൊണ്ടാണ് കേട്ടോ.
ഡിന്നർ കഴിക്കാനുള്ള ടൈമായി കേട്ടോ. വേഗം കഴിച്ചിട്ട് പുറത്തിറങ്ങണമെന്നായിരുന്നു. അണ്ണനെ വിളിച്ചിരിക്കുമായിരുന്നു. അണ്ണൻ പറയുകയാണ് സമാധാനത്തിൽ വന്നാൽ മതി. പക്ഷേ എനിക്കൊരു സമാധാനം ഇല്ലായിരുന്നു. അങ്ങനെ ദേ ബൊറോട്ട ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചേ ബൊറോട്ടയാണ് കേട്ടോ. പക്ഷേ ചപ്പാത്തി പോലെ ഇരിക്കുന്നതാണ്. പിന്നെ ദോശ ഉണ്ടായിരുന്നു, ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു. മോനുകുട്ടൻ ദേ ബൊറോട്ട കട്ട് ചെയ്തത് എടുത്തു. പൊന്നൂസ് ദോശ എടുത്തു. ഒരു ഇത്തിരി ഫ്രൈഡ് റൈസ് എടുത്തു. ഞാൻ ഫ്രൈഡ് റൈസ് മാത്രം എടുത്തു. ഞാൻ മോനുടനോട് പൊന്നൂസിനോട് പറഞ്ഞു വയറ് നിറച്ച് കഴിക്കേണ്ട, കാരണം തിരിച്ച് പോകുമ്പോൾ അത്തച്ചിയുടെ കൂടെ വല്ല ഫുഡും കഴിക്കാനുള്ളതാണ്. പക്ഷെ അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ആ കുഞ്ഞു വയറ് നിറയാനുള്ളത് അവരെടുത്തു കഴിച്ചു കേട്ടോ. പിന്നെ ബട്ടർ ചിക്കനും ബീഫ് റോസ്റ്റും ഉണ്ടായിരുന്നു. മോനുകുട്ടന് ബട്ടർ ചിക്കനൊന്നും ഇഷ്ടമല്ല, മതിരിക്കും എന്ന് പറയും. അങ്ങനെ അവൻ ബീഫ് റോസ്റ്റ് എടുത്തു. ഞാൻ പിന്നെ കുറച്ച് അച്ചാറും പപ്പടമൊക്കെ എടുത്തു. പിന്നെ വെജിറ്റേറിയൻ ഐറ്റംസ് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ലെങ്കിലും കണ്ണ് ചിലപ്പോൾ ഇങ്ങനെ ഭംഗിക്ക് ഇരിക്കുന്ന കാണുമ്പോൾ ഒന്ന് നോക്കിപ്പോകില്ല, അത്രേ ഉള്ളായിരുന്നു. വെള്ളം തോണ്ട് അവിടെ ഒരു കുപ്പിയിലുണ്ട്. ഒരു കുപ്പി മിനറൽ വാട്ടർ എടുത്തുകൊണ്ട് വാ, അവിടെ വെച്ചിട്ട് പോ. മോനുകുട്ടാ കൊള്ളാവോടി, ടേസ്റ്റ് ഉണ്ടോടി, വയറ് നിറച്ച് കഴിക്കണേ. പിന്നെ ലാസ്റ്റ് ബ്രൗണി ഉണ്ടായിരുന്നു, ഐസ്ക്രീം ഉണ്ടായിരുന്നു, കടലപ്രഥമൻ ഉണ്ടായിരുന്നു. ഞാനതൊന്നും കഴിച്ചില്ല. മോനൂട്ടനും പൊന്നൂസും ഇച്ചിരി ഐസ്ക്രീം എടുത്തു കൊടുത്തു. കാരണം വയറ്റിൽ സ്ഥലം ഇടണ്ടേ, തിരിച്ച് അണ്ണൻ്റെ കൂടെ പോകുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് എനിക്ക് വലിയ പരിചയക്കാരൊന്നും ഇല്ലല്ലോ, അറിയാവുന്ന 2-3 പേരല്ലേ ഉള്ളൂ. അവരോടൊക്കെ വേഗം യാത്ര പറഞ്ഞ് ഞാൻ ഓടി അണ്ണൻ്റെ അടുത്ത് എത്തി. അങ്ങനെ 10 മണി എല്ലാം കഴിഞ്ഞ് ഇപ്പം സമയം എത്രയായി അണ്ണേ? 7 മണിയായി. അങ്ങനെ വീട്ടിലേക്ക് പോവാതെ യൂട്യൂബിൻ്റെ എന്തൊരു സാധനമൊക്കെ കിട്ടി. അതൊക്കെ വീട്ടിൽ ചെന്നിട്ട് തുറന്നൊക്കെ തീരെ വയ്യ. എൻ്റെ ടർബണും എല്ലാം അഴിഞ്ഞ് ലാസ്റ്റ് ആയപ്പോൾ ദൂരെ പോയി കേട്ടോ. പിന്നെ കൊള്ളായിരുന്നു. പൊന്നൂസാണ് ഇന്ന് പൊളിച്ചത് സത്യം പറഞ്ഞാൽ. പൊന്നൂസ് പിന്നെ എന്താ പറയുക, എല്ലാവരോടും അങ്ങോട്ട് പോയി മിണ്ടി. പിന്നെ കാർത്തിക് സൂര്യ അടുത്ത് അങ്ങോട്ട് പോയി മിണ്ടി. എല്ലാം ഇങ്ങനെ പൊന്നൂസിനെ കൊണ്ടാണ് സമ്മാനമൊക്കെ കൊടുപ്പിച്ചത്. പൊന്നൂസ് ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എന്തായാലും മോനുകുട്ടനെയും കയറ്റാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. അവൻ എൻ്റെ സാരി തുമ്പി വലിഞ്ഞെങ്കിൽ കയറി. അപ്പം എന്തായാലും പങ്കെടുക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് വേറൊരു വ്ളോഗുമായിട്ട് കാണാം. ചാ വായിൽ പിന്നെ ടർബൻ്റെ സ്ലൈഡ് വന്ന് തെറിച്ച് എങ്ങോട്ടോ പോയോ ആവാം. പറ്റാ എന്തോ പോലുണ്ടാ, ഇതെന്തോന്ന് യൂട്യൂബിൻ്റെ ഇതൊക്കെ സംഭവം. അമ്മക്ക് ഇപ്പൊ ഇറങ്ങാൻ നേരം ഗിഫ്റ്റ് കിട്ടി. ഇത് ലൈറ്റ് കത്തിക്കും. ആ മെയിൽ ID കാണിക്കണമായിരുന്നു.